ഇതൊക്കെറിയാം. എൻ്റെ എന്താ പറയുക അവസാനത്തെ കുറിപ്പെന്ന് പറഞ്ഞാൽ ഞാനൊരു പേപ്പർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വേറെ ഞാൻ ഒരു ഓഫീസർ വനംവകുപ്പിൻ്റെ ഒരു ഓഫീസറുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ ശിങ്കിടിയായി നിൽക്കുന്ന ഒരു 9 പേരുടെ പേരിൽ ഞാൻ എല്ലാം തയ്യാറാക്കി, അവരുടെ നമ്പർ ഉൾപ്പെടെ പേരുൾപ്പെടെ എല്ലാം തയ്യാറാക്കി. എനിക്ക് ഈ അടുത്ത കാലങ്ങളിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക മാനസിക സമ്മർദ്ദം കൊണ്ട് പാമ്പിനെ പിടിക്കുന്ന സമയത്ത് കടിയേറ്റ് മരണപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായാൽ പോലും ഇന്ന ആൾക്കാരെ മാനസികമായിട്ട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ലൊരു പേരുടെ അഡ്വക്കേറ്റിനെ കൊണ്ട് അടിപൊളിയായിട്ടൊരു പേപ്പർ ഞാൻ തയ്യാറാക്കി വെച്ചു. കാരണം അങ്ങനെ നടക്കും. എനിക്ക് കേട്ടിട്ട് ഒരു മനസ്സ് തളർന്നു വരുന്നത്. ഞാൻ സാധാരണ ഒരു ഇന്നിൻ്റെ വീട്ടിലും കീഴടങ്ങുന്ന ഒരാളല്ല, ഒരു വീട്ടിൻ്റെ വീട്ടിലും ഭയപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഈ മാനസികമായിട്ട് ഇങ്ങനെ പറഞ്ഞ് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നുന്നു. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, എൻ്റെ അപ്പനും എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. ഞാൻ ഇന്നും ആ ഓലമഞ്ഞ വീട്ടിലല്ല ജീവിക്കുന്നത്. ഞാൻ എന്തെങ്കിലും എനിക്ക് ഇതിൽ നിന്ന് മാറ്റി വരാൻ പറ്റില്ല. ഞാൻ 8 വർഷം 9 വർഷം ഞാൻ ലോഡ്ജിലല്ല താമസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ മാനസികമായിട്ട് ഞാൻ ഇല്ലാതാവണമെന്ന് ഒരു ടീം നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമോ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കുറേ ചെറുപ്പക്കാർ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് എന്നെ വിളിച്ചു. തൃശ്ശൂരിൽ നിന്ന് വിളിച്ചു, ഒരു 28 പേര് വിളിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടാ ഒന്നും തോന്നരുത്, ഞങ്ങളെല്ലാം ചേട്ടനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ്, സർപ്പ എന്നുള്ള ആപ്പിൽ ഉണ്ടായിരുന്നവരാണ്. പിന്നെ ഞങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളെയൊക്കെ അടിമകളാക്കി. ഞാൻ ഇപ്പോൾ ഒരാളിന് എന്താ പറയുക അവർക്ക് വേണ്ടപ്പെട്ട 3-4 പേരെ കൂടെ നടത്തി ബാക്കിയുള്ളവരൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ഞങ്ങൾ അതിൽ നിന്നൊക്കെ മാറി. അപ്പോൾ അവർ തീരുമാനിച്ചു, അവർ പറഞ്ഞ ചേട്ടനൊരു പോസ്റ്റ് ഇടുമ്പോൾ ചേട്ടൻ്റെ ആ പോസ്റ്റിൻ്റെ അടിയിൽ കയറി ചേട്ടനെ മോശം പറയുക എന്നുള്ളതായിരുന്നു ഞങ്ങളെ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചിരുന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്നൊക്കെ മാറി. എല്ലാ ജില്ലയിലും ഇത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള അവരപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. സർക്കാർ സംവിധാനത്തിലെടുക്കുന്ന സാധനത്തിൽ എന്നെ വിമർശിക്കേണ്ടി ഞാനൊരു എന്തെങ്കിലും ഒരു പോസ്റ്റ് എവിടെയെങ്കിലും ഇട്ടാൽ അതിൻ്റെ അടിയിൽ കയറി എനിക്ക് എന്നെ മോശം പറയുന്ന ഒരു രീതി എപ്പോഴും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം അതിൽ നിന്ന് മാറി. അവർക്ക് മനസ്സിലായി ഇത് വാവാ സുരേഷിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന പോകുന്നൊരു സാധനം. വാവാ സുരേഷിനെ എന്തിനാണ് ടാർഗറ്റിൻ്റെ കാര്യം എന്താണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവരതിൽ നിന്ന് മാറി. അപ്പോൾ ഇനി വരുന്ന നാളുകളിൽ വനംവകുപ്പിൻ്റെ അധികാരികളെങ്കിലും ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഈ ഒരു അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട അധികാരികൾ എനിക്ക് അർപ്പിക്കാനുള്ളത്. ഇതിൽ എന്താ പറയുക എൻ്റെ മനസ്സ് തുറന്ന് അർപ്പിക്കുക. എൻ്റെ ജീവിതത്തിലെല്ലാം ഞാൻ ഇതിൽ തുറന്ന് പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഞാൻ ഇത്രയും വിശദമായിട്ട് ഞാൻ ആരോടും അങ്ങനെ സംസാരിച്ചിട്ടില്ല. വിഷമങ്ങളെന്ന് പറഞ്ഞാൽ വിഷമങ്ങളേ ഉള്ളൂ. പക്ഷേ എന്നാലും ഞാനത് വകവെക്കാറില്ല. പക്ഷേ ഈ മാനസിക പീഡനം എന്ന് പറയുന്ന സാധനം ഒരു വല്ലാത്തൊരു പ്രശ്നമാണ്. ജാതിയും മതമൊന്നും പറയുന്ന പോലെ എനിക്കൊരു പ്രശ്നമില്ല. അതൊക്കെ ഭൂമിയിലുള്ളതാണ്, ഭൂമി ഉള്ളത്തോളം അതിനകത്തുണ്ടാകും. അതിനൊരു വിഷയമേ അല്ല. പക്ഷേ ഇത് മാനസികമായിട്ട് തളർത്തി നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ വീട്ടിൽ അമ്മയെന്നാൾ പറഞ്ഞു, ആരും അമ്മയോട് പറഞ്ഞെന്ന് സുരേഷിനെ കുറിച്ച് ഇങ്ങനെ വന്നു. സുരേഷ് എനിക്ക് കേസായി അറിയാമോ നിങ്ങൾക്ക്? 2015 ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാമ്പടി മരണം കൂടുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ സൂപ്രണ്ട് വിളിച്ചിട്ട് ഞാൻ ഒരു ക്ലാസ് എടുത്തു. 2015 ക്ലാസ് എടുത്ത് എനിക്ക് 2024 പുതിയ FIR ഇട്ടുകൊണ്ട് 2025 ചാർജ് ആക്കിക്കൊണ്ട് 26 എനിക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. ആ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച സാധനം എന്താ, ഞാൻ കള്ളപ്പുള്ളിയൊന്നുമല്ല, ഞാൻ ഒളിച്ചു കിടക്കുന്ന ആളൊന്നുമല്ല. എൻ്റെ മൊബൈൽ എല്ലാവർക്കും ഉള്ളതാണ്, അതിൻ്റെ നമ്പർ എല്ലാവർക്കും ഉള്ളതാണ്. അവരെന്ത് ചെയ്യുന്ന അറിയാമോ, ആ നോട്ടീസ് അവർ ചെയ്തൊരു ഒരു എന്താ പറയുക, നമ്മൾ നല്ല അപ്പനെ പറക്കാത്ത പറയുന്ന നമ്മൾ പറയാറുണ്ട്. ആ കാണിച്ചിരുന്ന ഒരു പിറവി എന്താണെന്ന് അറിയാമോ, എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തി വയ്യാതെ സുഖമില്ലാതെ നല്ല രീതിയിൽ കിഡ്നി പ്രശ്നങ്ങളായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു വീടാണ്. അമ്മയ്ക്കും പ്രശ്നങ്ങൾ, വേറെ ആരുമില്ല. ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റിൽ കൊണ്ട് എൻ്റെ അറസ്റ്റ് വാറണ്ട് ഒട്ടിച്ചിട്ട് പോയത്. എന്നാലോചിക്കുന്നു, എൻ്റെ നമ്പർ കിട്ടാത്തതുകൊണ്ടാണ്. തിരുവനന്തപുരത്ത് വനംവകുപ്പുകാർക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്, കേരളത്തിൽ അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ കാണിച്ചത് എന്താ പറയുക നല്ല അപ്പന് പിറക്കായികയല്ല അത് കാണിച്ചത്. ഇങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും ചില അവസരത്തിൽ പറഞ്ഞു പോവാണ്. എൻ്റെ വീട്ടിൽ ഗേറ്റിൽ കൊണ്ട് ഒട്ടിച്ച് പോയി, മെയിൻ റോഡിൻ്റെ സൈഡിൽ ഗേറ്റിൽ കൊണ്ട് വാറണ്ട് ഒട്ടിച്ചിട്ട് പോയി. ആരും ഈ ലോകത്ത് എവിടെയെങ്കിലും നടക്കും? ഞാൻ എന്താ ആരെങ്കിലും കൊന്നിട്ട് നടക്കുന്ന പിടിയിട്ട പുള്ളിയാണോ? ഞാൻ 24 കേരളത്തിൽ സഞ്ചരിക്കുന്ന ഒരാളല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ കാണിക്കുന്നതിൻ്റെ വൃത്തികേടുകൾ ഇതൊക്കെ ചോദ്യം ചെയ്യാൻ എന്നോടൊപ്പം ഏതെങ്കിലും ഒരു അധികാരികളുണ്ടോ? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.